ഇന്ന് രാവിലെ അപ്പോൾ എന്നെ ചവിട്ടിയും കുത്തി അടിച്ചൊക്കെയാണ് എഴുന്നേൽപ്പിച്ചത്. കാര്യം ഭയങ്കര മടിയായിരുന്നു എഴുന്നേൽക്കാൻ. പിന്നെ രാവിലെ മിക്സിയിലൊന്നും മാവരയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് പൊടിയിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ പാത്രത്തിൽ തന്നെ ഞാൻ കലക്കിയെടുത്ത് എന്നാലും നല്ല സ്മൂത്തായിട്ട് കിട്ടി. ഈ ഒരു ദോശക്കല്ലിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ ദോശ ചൂർന്നെ. നല്ല സീസണിങ് ആയതുകൊണ്ട് ഒട്ടത്തൊന്നുമില്ല, നന്നായിട്ട് കിട്ടും. പിന്നെ മാവ് ഒഴിച്ചിട്ട് ഞാൻ എൻ്റെ പണിയൊക്കെ ചെയ്യാൻ പോയി, കേട്ടനൊക്കെ മാറ്റാനുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ദോശ വെന്തിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് ദോശ വേഗം കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് അരി കുതിർക്കാൻ വേണ്ടിയിട്ട്, ഉച്ചയ്ക്കത്തേക്കുള്ള അരി കുതിർക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് ഫ്രീസറിൽ നിന്ന് നമ്മുടെ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ച് പിന്നെ കൈയോടെ വന്നിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടി അരി ഇട്ട് അതിന് ശേഷം വന്നിട്ട് നല്ല മൊട്ട വെയിലാണ് പുറത്തിറങ്ങാൻ മേലാത്ത പോലത്തെ വെയിലാണ്. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇട്ട് അതാകുമ്പോൾ ഒരു മണിക്കൂർ ഉണങ്ങി കിട്ടും. പിന്നെ കൈയോടെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി. ഇന്നലത്തെ മത്തിച്ചറിയപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മീനിൻ്റെ സ്മെല്ലൊക്കെ കൂടെ അടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലത്തെ സാധനമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു, അത് കുഞ്ഞിക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം ഞാൻ നല്ലൊരു വീച്ചൊക്കെ വീണ് കാലിൽ പെട്ടെന്ന് നീരൊക്കെ വന്നു. ഞാൻ ഓർത്ത് ഒടിഞ്ഞെന്ന്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകുണ്ടായിരുന്നു. കുഞ്ഞിനെ ഉറക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പാത്രവും കഴുകി ഫ്രഷ് ആവാനായിട്ട് പോയി. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 5:45 6 മണിയായി. കൈയോടെ വന്ന് ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ട്, ഞാൻ അങ്ങനെ ഡോറ് തുറന്നിടാറില്ല കുഞ്ഞുള്ളതുകൊണ്ട്. സന്ധ്യയ്ക്ക് വിളക്കെത്തിക്കുന്ന സമയമ്പോഴാണ് ഞാൻ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിടാറ്. പിന്നെ മറ്റേ അഗർബത്തിയും അതേപോലത്തെ സാധനങ്ങളൊക്കെ കത്തിച്ച് പുറത്ത് വെച്ച്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ദീദിയുടെ പ്രെയർ അപ്പുറത്ത് നടക്കണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമയമായിരുന്നു. പിന്നെ വിൻഡോ ഒക്കെ അടച്ചു, കൊതുക് വരുന്നതിന് മുന്നേ ആയിട്ട്. മഴ പെയ്തുകൊണ്ട് കൊതുക് നന്നായിട്ട് വരും. പിന്നെ കുറച്ച് നേരം അവിടെ വെറുതെ കുത്തിയിരുന്നു. അപ്പോൾ ബോറടിച്ചപ്പോൾ കുറച്ച് മിച്ചറെടുത്ത് കഴിച്ച് കുഞ്ഞിന് നൂഡിൽസും ഉണ്ടാക്കി കൊടുത്തു. അപ്പോട്ടം വരാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ് ഇരിക്കണം. അപ്പോട്ടം വരുമ്പോഴത്തേക്കും വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. ആ കൂടെ ഞങ്ങളും പോയപ്പോൾ ഞങ്ങളെയും കൊണ്ട് വേറെ എങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോയി എന്തിനാണ് പോയെന്നൊന്നും ചോദിക്കാറില്ല. തിരിച്ചു വന്ന വഴി ഞങ്ങളുടെ അവിടുത്തെ ഫിഷ് ഫ്രൈയുടെ കട മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അപ്പോട്ടും ഇവിടെ നിർത്തിയിരുന്നില്ലെന്ന്. എൻ്റെ മനസ്സിലുള്ളത് അതേപടി അപ്പോട്ടനുസരിച്ച പോലെ അവിടെ തന്നെ നിർത്തി. പിന്നെ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഞാൻ മാത്രമേ ലേഡി ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അവിടുത്തെ ചേട്ടൻ ഞാൻ ചെന്നപ്പോൾ എനിക്കെടുത്ത് സാധനം തന്നു കേട്ടോ. പിന്നെ ദോശമാവ് വാങ്ങിക്കണമായിരുന്നു. ഇതാണ് ഞാൻ അപ്പോട്ടിനെയും വെയിറ്റ് ചെയ്ത് ഡിന്നർ ഉണ്ടാക്കാണ്ടിരുന്നത്. കാര്യം കാലം ഒന്ന് വീണ കൊണ്ട് എനിക്ക് നിന്ന് പണിയെടുക്കാൻ മേല. ഇഡ്ഡലി ആകുമ്പോൾ അങ്ങനെ കൈയോടെ മാറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാമല്ലോ. പിന്നെ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൈയോടെ ഇഡ്ഡലി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി. പിന്നെ ഫിഷ് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് കഴിച്ച്. എനിക്ക് ഇഡ്ഡലി സാമ്പാറും കഴിക്കാൻ തോന്നിയില്ല, ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് സാമ്പാറും ചോറും കൂടെ എടുത്തിട്ട് വന്നു. അങ്ങനെ അത് കഴിച്ച്. അപ്പോഴത്തേക്കും അപ്പുറത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ കേക്ക് കൊണ്ട് തന്നു, അതൊരു പീസ് കഴിച്ചു. ഈ ഒരു പഴം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ പുളിജാൻ കഴിച്ചു. ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ നീ ഇത് തിന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോട്ടും പെട്ടെന്ന് പോയി കിടക്കാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, ബായ്.